ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ വീണ്ടും മൂന്നാമത്തെ ദിവസം രേവതിയെ കാണാനില്ല. അങ്ങനെ സച്ചി രേവതി അന്വേഷിച്ചിറങ്ങാണ്. ചന്ദ്രമതിയോട് ശ്രുതി പറയേണ്ട അമ്മ കാരണം കൊണ്ടാണ് രേവതി ഇവിടുന്ന് പോയതുകൊണ്ട് പോലീസ് അമ്മേനെ അന്വേഷിച്ചു വരും. രേവതി വല്ല ആത്മഹത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അമ്മേനെ അന്വേഷിച്ചു വരും, അമ്മേനെ ജയിലിൽ അടയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിനെ പേടിപ്പിക്കുന്നുണ്ട്. ചന്ദ്രമതി അപ്പോൾ പേടിച്ച് കരഞ്ഞിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രുതിയും കൂടി സംസാരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അമ്മേനെ നമ്മൾ എവിടെയൊന്നും ഒളിപ്പിക്കുക, തൽക്കാലത്തേക്ക് അമ്മേനെ ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താനല്ല, അച്ഛമ്മയുടെ വീട്ടിൽ ഒളിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്താ ശ്രുതി പറയണേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, രേവതി അങ്ങനെ ആത്മഹത്യ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അച്ഛമ്മയുടെ വീട്ടിൽ ഒളിപ്പിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, അത് ശരിയാവില്ല, അച്ഛമ്മയ്ക്ക് പണ്ടേ അമ്മേനെ ഇഷ്ടമില്ല, അത് എന്തായാലും അച്ഛമ്മ ആദ്യം പോലീസിനോട് പറയും എന്നൊക്കെ അങ്ങനെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി ഈശ്വര അവൾ വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ചങ്ക് കലങ്ങിയിട്ടാണ് ചന്ദ്രമതി ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് രേവതിയുടെ വീട്ടിൽ രേവതിയുടെ അമ്മയും ദേവും ഭയങ്കര ടെൻഷനിലാണ്. രേവതി വന്നിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, സച്ചേട്ടനൊന്ന് വിളിച്ചു നോക്കാം, എന്തായി വിവരം വല്ലതും കിട്ടിയോ എന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദേവുവിൻ്റെ ഫോൺ അടിക്കുകയാണ്. അപ്പോൾ അതാരാ നോക്കുമ്പോൾ ശരത്താണ്. അപ്പോൾ ശരത്ത് വിളിക്കുമ്പോൾ എന്താ ശരത്തേന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും വിവരം അറിഞ്ഞോ, രേവതി ചേച്ചി വന്ന് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇല്ല എന്ന് പറയണം. ഇല്ല ശരത്തെ, വിവരമൊന്നും അറിഞ്ഞിട്ടില്ല, നീ എവിടെ വയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നീ വേഗം കറങ്ങി തിരിഞ്ഞ് നടക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവോ ശരത്തിനെ ചീത്ത പറയണം. അപ്പോൾ ശരി വരാം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ശരത്തിരിക്കുന്നത് വേറെ എവിടെയല്ല, ശരത്തിൻ്റെ ഉറ്റ ഫ്രണ്ട് രേവതിയുടെയും സച്ചിയുടെയും ശത്രുവായ ആൻ്റണിയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആൻ്റണിയോട് പറയാണ്, രേവതി ചേച്ചി വന്നിട്ടില്ല, സച്ചിയേട്ടനും രേവതി ചേച്ചിയും തമ്മിൽ രാവിലെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് രേവതി ചേച്ചി പോയേക്കണത് എന്നൊക്കെ പറയണം. അപ്പോൾ ആൻ്റണി ശരത്തിനെ പിരിമുപ്പിക്കുന്നു. ആൻ്റണി പറയുന്നു, നിൻ്റെ അളിയൻ കാരണം കൊണ്ട് തന്നെയാണ്, സച്ചി കാരണം കൊണ്ടാണ് രേവതി പോയത്, രേവതി ചേച്ചിക്ക് ഒരു പോറൽ പോലെ ഏൽക്കാതെ നമുക്ക് തിരിച്ചെടുക്കണം, നീ ഒരു കാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സച്ചിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ ശരത്ത് പറയണം, അത്രയൊക്കെ വേണോ ആൻ്റണി ഏട്ടാ, അത്രയൊക്കെ വേണോ, അത് എന്ത് ശരിയാണോ എന്നൊക്കെ ചോദിക്കണം. വേണം, സച്ചി കാരണം കൊണ്ടല്ലേ രേവതി പോയി. അപ്പോൾ സച്ചി പോലീസുകാരെ നല്ലോണം പെരുമാറുമ്പോൾ സച്ചി തത്ത പറയും പോലെ പറഞ്ഞോളൂ, സച്ചിക്ക് അറിയാം രേവതി എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണി അങ്ങനെ ഒരു കയറ്റി വിടുകയാണ്. അങ്ങനെ ശരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണ്. ഈ സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ നീച്ചയും കൂടിയിട്ട് ബൈക്ക് എടുത്തിട്ട് എല്ലായിടത്തും തിരയണു, രേവതിനെ കാണില്ല. ഇനി നമ്മൾ എവിടെയാടാ തിരയാന്ന് ചോദിച്ചിട്ട് സച്ചി ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. ആ സമയത്താണ് രവീന്ദ്രൻ്റെ കോള് വരുന്നത്. രവീന്ദ്രൻ്റെ കോള് വന്നിട്ട്, സച്ചി എന്തായിടാ രേവതിയെ കണ്ടു വയ്ക്കുമ്പോൾ ഇല്ല അച്ഛാ എന്ന് പറയുമ്പോൾ പറയാണ്, നീ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക, രേവതിയെ കാണാനില്ല എന്നുള്ള പേര് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് പറയാണ്. അപ്പോൾ സച്ചി അത് വേണോ അച്ഛാ ചോദിക്കുമ്പോൾ വേണം, കൊടുക്കുക, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈച്ചിയും പറയും, അതേടാ സച്ചി, ഇനിയിപ്പോൾ നമുക്ക് ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാണ്. പോയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് സച്ചി ഇറങ്ങാൻ മടിക്കുമ്പോൾ ഈച്ച പറയണം, സച്ചി ഇനി നമുക്ക് കാത്തിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് രേവതിയല്ലേ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമല്ലേ, വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിനെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. സച്ചി പറയുന്നു, സാർ എൻ്റെ ഭാര്യയെ കാണാനില്ല, ഇന്ന് രാവിലെ മുതൽ കാണാനില്ല, ഞാൻ ഒരു പരാതി തരാൻ വന്നതാന്ന് പറയുമ്പോൾ, അപ്പോൾ നിനക്കെതിരെയുള്ള പരാതിയും കൊണ്ട് വേറൊരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നീയാണ് നിൻ്റെ ഭാര്യനെ കാണാതെ എൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ശരത്ത് അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ശരത്ത് പറയും, ഇയാളാണ് കാരണം, ഇയാളാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, ഒരു സമാധാനം പറയുന്നത് ചേച്ചിക്ക് കൊടുക്കാറില്ല, എപ്പോഴും വഴക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് സച്ചിക്കെതിരെ പോലീസിൽ പരാതി പറയാണ്. അപ്പോൾ സച്ചി പറയും, ഒരിക്കലും ഇല്ല സാർ, ഞങ്ങൾ ചെറിയ പിണക്കങ്ങളുണ്ടെങ്കിൽ എനിക്ക് രേവതി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈച്ചതൊക്കെ കണ്ടിരിക്കണം. ഈച്ച പറയും, സത്യമാണ് സാറേ, അവർ അത്രയും സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണ്, അവർ തമ്മിൽ ഒന്നും രണ്ടോ കാര്യത്തിന് വഴക്കും പിണക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും സച്ചി കാരണം ഒരിക്കലും രേവതി ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈച്ച സച്ചിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പോലീസുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ശരത്ത് പറയും, ഇല്ല സാറേ, ഇയാളെന്നൊന്ന് പെരുമാറുക, ഇയാൾ തത്ത പറയണ പോലെ പറയുന്നൊക്കെ പറയാണ്. അപ്പോൾ പോലീസ് പറയാണ്, എനിക്ക് എന്തായാലും ഇവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, ഇവൻ കാരണം കൊണ്ടല്ല രേവതി പോയിക്കണമെന്ന് മനസ്സിലായി പറയും. അപ്പോൾ ശരത്ത്, അപ്പോൾ സാറേ ഞാൻ തന്ന പരാതി അതേ കുടുംബകാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സ്റ്റേഷൻ്റെ പുറത്ത്, അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരാളോട് പക തീർക്കാൻ വേണ്ടിയിട്ട് ഹായ് സുന്ദരി അതിൻ്റെ കേട്ടാ പക തീർക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിൽ പ്രതികരിക്കലല്ല പോലീസിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ സച്ചി കംപ്ലയിൻ്റ് എഴുതി കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശരത്ത് പറയണം, സച്ചിയേട്ടാ സത്യം പറഞ്ഞോ, എൻ്റെ ചേച്ചീനെ എന്താ നിങ്ങൾ ചെയ്ത് പറയുമ്പോൾ, ശരത്തേ നീ മിണ്ടാതെ പൊക്കോ, ഇതിനെതിരെ പ്രതികരിക്കാൻ എനിക്കിപ്പോൾ കൈകൊണ്ട് പ്രതികരിക്കാനേ അറിയൂ, നാവുകൊണ്ട് പ്രതികരിക്കാൻ അറിയില്ല, നീ പൊക്കോ പറഞ്ഞിട്ട് ശരത്തിനോട് ദേഷ്യപ്പെട്ടിട്ട്
സച്ചി ഈച്ചയും കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോരാണ്. ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞിട്ട് അവരെല്ലായിടത്തും വീണ്ടും കുറേ തപ്പിയിട്ട് ഒന്നും രേവതീനെ കാണില്ല. ലാസ്റ്റ് ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് വണ്ടി നിർത്തണം. വണ്ടി നിർത്തിയിട്ട് സച്ചി പറയാണ് വണ്ടി നിർത്തടാ പറയുക. വണ്ടി നിർത്തും ബീച്ചോട് പറയും നീ കുറച്ച് ദൂരം വണ്ടി ഓടിക്കുക പറയും. അങ്ങനെ ഈച്ച വണ്ടി എടുക്കണം, സച്ചി ബാക്കിലിരിക്കണം. അപ്പോഴേക്കും സച്ചി കരച്ചിൽ തുടങ്ങി. അത് കഴിഞ്ഞ് അവർ കുറേ ദൂരം വീണ്ടും എല്ലായിടത്തും അന്വേഷിച്ചു, രേവതീനെ കാണില്ല. അങ്ങനെ സച്ചി വന്നിട്ട് ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ വണ്ടി നിർത്താൻ പറഞ്ഞാൽ വണ്ടി നിർത്തി സച്ചി അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവങ്ങളെ ഞാൻ ഇതുവരെ എൻ്റെ മനസ്സോട് കൂടിയിട്ട് ഞാൻ നിങ്ങളെ തൊഴാൻ വന്നിട്ടില്ല, രേവതി നിർബന്ധിച്ചിട്ടാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ രേവതിക്ക് ഒരാപത്തും കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണേ. നിങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ രേവതിനെ എനിക്ക് തിരിച്ചു കിട്ടണേ. ഞാനില്ലെങ്കിൽ രേവതി ഇല്ലെങ്കിൽ ഞാനും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ ശരീരം ഒരു മനസ്സായിട്ട് ജീവിക്കുന്നവരാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇനി രേവതിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണെന്നുണ്ടെങ്കിൽ പിന്നെ രേവതിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ സച്ചി പിന്നെ ജീവനോട് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? രേവതി ഇല്ലെങ്കിൽ സച്ചി ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ എന്നിട്ട് സച്ചി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് മുഴുവൻ ഈച്ച നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സച്ചിയുടെ നെഞ്ചു പൊട്ടിയിട്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. എന്താണ് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഭയങ്കര വികാര നിർഭരമായ നിമിഷങ്ങളിൽ കൂടിയാണ് ഇന്നത്തെ ചെമ്പന്തിരിപ്പ് പോയിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നാളത്തെ കഥയുമായി വീണ്ടും വരാം. താങ്ക്